കുഞ്ഞേ 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 മോൾ ഉറങ്ങിയോ? ഉറങ്ങി സാർ. ശരി, കഥകത്ത് പോയി കിടന്നോ. ശരി. അലക്സ് എവിടെ? മോള് എഴുന്നേറ്റോ? ഉറങ്ങി എഴുന്നേറ്റോ? വേഗം എണീക്കാൻ ചെന്ന് പറ. ചെല്ലേ. ഞാൻ പോന്നു. റോസ് പറ. എന്താ റോസ്? തല ചുറ്റുന്നു. വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ട്. എന്താ ഇവിടെ? ഗോ ടു യുവർ ക്ലാസ് റൂം. ഒന്നുമില്ല, ചിലപ്പോ ഫുഡ് പോയ്സൺ ആയി കാണും. പേടിക്കണ്ട, മാല ടീച്ചർ പെർമിഷൻ വാങ്ങിക്കാൻ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് പോയിട്ടുണ്ട്. അവർ വന്നത് നീ പോയിട്ട് നാളെ വാ, കേട്ടോ? ഓക്കേ. ആ പെണ്ണോ? ഷീസ് വെരി ബ്രില്യന്റ് സ്റ്റുഡന്റ് ആണല്ലോ. പിന്നെങ്ങനെ? അതാണ് കുഴപ്പം. മാല, ഷീസ് അവർ സ്റ്റുഡന്റ്. ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടികളും നമ്മുടെ കുട്ടികളാണെന്ന് കരുതുക. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നാളെ നമ്മുടെ വീട്ടിൽ നടക്കില്ലെന്ന് ഉറപ്പാണോ? യു മേ ഗോ. ഹലോ, ഇത് റോസിന്റെ വീടാണോ? നീ എന്നെ എന്തിനാണ് ഇവിടെ വരുന്നത്? വേറെ എവിടെയെങ്കിലും പോയിക്കൂടെ? നീ പറ ചേച്ചി, നിങ്ങളെന്നെ എന്തിനാ ഇവിടെ വന്ന് എന്റെ ഉയരെടുക്കുന്നത്? ഉത്തരറിയാൻ ആരെങ്കിലും ഉണ്ടോ? നിന്നെ പോലെ ബ്രില്യന്റിന് ക്ലാസ് എടുക്കാൻ എനിക്ക് വളരെ ഇഷ്ടം. ബാക്കിയുള്ളവർക്കൊക്കെ പോകാം. പ്ലീസ് സിറ്റ്. താങ്ക് യു. എന്താ മിസ്, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അത്യാവശ്യം ഉണ്ടെന്ന് പറയാനാവില്ല, ഇല്ലെന്നും പറയാനാവില്ല. ഇപ്പൊ നിങ്ങളുടെ ഭർത്താവ് ഒരു കമ്പനി വെച്ചിട്ടുണ്ടല്ലേ? അതെ. അതിൽ സൂപ്പർവൈസറേയും വെച്ചിട്ടുണ്ടോ? പിന്നെന്തിനാ നിങ്ങളുടെ ഭർത്താവ് ദിവസം ഓഫീസിൽ പോകുന്നത്? എന്താ മിസ്, ഒരു സൂപ്പർവൈസർക്ക് ഫാക്ടറിയിലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമെന്നില്ലല്ലോ. അതൊരു പോസ്റ്റ്, അത്രേ ഉള്ളൂ. കറക്റ്റ്. ഓരോരുത്തർക്കും ഓരോ ലിമിറ്റ് ഉണ്ട് അല്ലേ? അതെ, അതുപോലെയാണ് ഞങ്ങളും. ഇവിടെ പഠിക്കുന്ന എല്ലാ പിള്ളേരെയും ഞങ്ങൾക്ക് കഴിയുന്ന മാതിരി ഞങ്ങൾ ശ്രദ്ധിക്കും. ബട്ട് 24 അവേഴ്സും അവരുടെ നടപടികൾ ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. മാഡം, അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അവൾ ചെയ്തത് തെറ്റോ ശരിയോ എന്ന ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. വാട്ട് ഈസ് യു, വാട്ട് ഈസ് ഐ ആം, വാട്ട് ഈസ് ഹർ എന്ന് വ്യക്തമാക്കാനാണ് ഞാൻ വിളിപ്പിച്ചത്. ഇപ്പോ എത്രയോ സ്റ്റാഫ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ഭർത്താവ് ഫാക്ടറിയിൽ ദിവസവും പോയി കഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ നിങ്ങളുടെ ഫാക്ടറി നടന്നു പോകൂ. നിങ്ങളുടെ ഫാക്ടറിയിലെ സൂപ്പർവൈസറുടെ സ്ഥാനത്താണ് ഞാനും മറ്റുള്ള ടീച്ചർമാരും. എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും നിങ്ങളും അവളുടെ പേരിൽ അല്പം താല്പര്യം എടുത്താലേ അവരുടെ ജീവിതം നന്നാകൂ.
റോസിന്റെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാം. TV കാണും, മ്യൂസിക് കേൾക്കും, പിന്നെ എപ്പോഴെങ്കിലും സിനിമയും കാണും. TV കാണും, മ്യൂസിക് കേൾക്കും, പിന്നെ സിനിമ. ദിസ് ഈസ് യൂഷ്വൽ. പക്ഷേ അവൾക്ക് മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വായിക്കാൻ ആശയുണ്ടെന്ന് അറിയാമോ? ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ അവൾ മ്യൂസിക് ക്ലാസ്സിൽ ചേർന്നിട്ടില്ല. അവൾ ഇതുവരെ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും എന്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടില്ല. അവൾ എന്താവശ്യപ്പെട്ടാലും അവളുടെ അച്ഛൻ സാധിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. അവൾക്കത് വളരെ ആശയാ. ഇപ്പൊ ചോദിക്കുന്നതെല്ലാം കിട്ടുന്നു, സന്തോഷം. എന്തിനാ നമ്മളാൽ വേറൊരു ചെലവ്? ഇല്ലെങ്കിൽ അച്ഛൻ വേണ്ടെന്ന് പറയൂന്ന് പേടിയുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ലെന്ന് ഞാനും വിചാരിച്ചു. നിർബന്ധിച്ചു വരാൻ പറഞ്ഞാൽ കുട്ടിയെ വഴക്ക് പറയുമെന്ന് ഞാനും ഭയന്നു. എന്താ മാം, ഇങ്ങനൊരു ആശ അവൾക്കുണ്ടായിരുന്നു ഒരു ഫോൺ ചെയ്ത് പറയാമായിരുന്നില്ലേ? ഇതാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. നിങ്ങൾ വന്നു പോയിക്കൊണ്ടിരുന്നാൽ, അറ്റ്ലീസ്റ്റ് ഫോൺ ചെയ്തുകൊണ്ടിരുന്നാൽ ഇന്നത് നടന്നിട്ടുണ്ടാവില്ല. മല, ഇരിക്കൂ. ഇതാണ് റോസിയുടെ മദർ. ഹലോ. കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്ന മാതാപിതാക്കൾ നമ്മളെ പറ്റി എന്തു വിചാരിക്കുമെന്നറിയാമോ? ഗുരു ദൈവത്തെ പോലെയാണ്. അവിടെ സ്നേഹമുണ്ട്, കരുണയുണ്ട്, മാതൃത്വമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ കുഞ്ഞുങ്ങളായിട്ട് കാണും എന്നൊക്കെയാണ്. ബട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? യാന്ത്രികമായി വരുന്നു, പോകുന്നു. നിങ്ങൾ ഇതൊരു 9 to 4 ജോലിയായി മാത്രം കാണുന്നു. ഓരോ കുട്ടിയെയും നിങ്ങളുടെ കുട്ടിയായി കണ്ടാൽ അവരുടെ ഭാവി മേന്മയടയും. നമ്മുടെ വിദ്യാർത്ഥികളിൽ ഒരാൾ ഈ സൊസൈറ്റിയിൽ നല്ല പൊസിഷനിൽ എത്തിയാൽ അതിൽ നമുക്കും അഭിമാനിക്കാം. മഹാത്മാവായതിനു ശേഷം ഗാന്ധിജിയെ പഠിപ്പിച്ച അധ്യാപകന്റെ മാനസിക നില എന്തായിരിക്കുമെന്ന് ഊഹിക്കാനാവുന്നുണ്ടോ? മാഡം, മാഡം എന്തോ പറയാൻ ഭാവിക്കുന്നത് പോലെ തോന്നുന്നു. പറയാതിരിക്കുന്നത് എന്നെ ഭയപ്പെടുത്തുന്നു. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും... പേടിക്കണ്ട, അവൾ വൊമിറ്റ് ചെയ്തു. ഫുഡ് പോയ്സൺ ആയതുകൊണ്ടും ആവാം. അവളോട് ചോദിച്ചപ്പോ തല ചുറ്റൽ, വോമിറ്റിംഗ് സെൻസ് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ചെക്കപ്പ് ചെയ്യൂ. ടീച്ചർ, റോസിനെ അവരുടെ കൂടെ അയക്കൂ. വരൂ. മോളെ, താങ്ക് യു. ഹായ് ഡോക്ടർ. ഹലോ. ഹലോ റോസ്, ഇരിക്കൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? ഐ എം ഫൈൻ ഡോക്ടർ. മോള് രാവിലെ സ്കൂളിൽ പോയിരുന്നു. ഇപ്പോൾ എച്ചം വിളിച്ചു പറഞ്ഞു അവൾക്ക് എന്തോ സുഖമില്ല, ഛർദിച്ചു എന്നും. അതുകൊണ്ട് ഉടനെ വിളിച്ചോണ്ട് പോണെന്നും പറഞ്ഞു. ഞാൻ നേരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു. കം ദിസ് സൈഡ്. മോക്കിപ്പൊ എന്തു തോന്നുന്നു? തല ചുറ്റുന്നു. വേറൊന്നുമില്ല. ഇതെപ്പോ മുതലാണ്? ഇന്ന് തന്നെ ഡോക്ടർ. രാവിലെ സ്കൂളിൽ പോകുമ്പോ ഒന്നുമില്ലായിരുന്നു. ശരി, മോളകത്തിയെന്ന് അങ്കിളിനെ കണ്ടിട്ട് വാ. ഞാൻ പറയുന്ന വരെ അവളെ എവിടേക്ക് വിടണ്ട. മോള് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ചെല്ലാറുണ്ടോ? മിക്കവാറും പോവാറില്ല. എപ്പോഴെങ്കിലും കൂട്ടുകാരികളുടെ കൂടെ പോവും. അവളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡോക്ടറുടെ ചോദ്യത്തിൽ എനിക്ക് പേടിയാവുന്നു. ഇനി പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തായി ഡോക്ടർ? അതായത് നമ്മുടെ സ്റ്റൈലാകെ മാറിപ്പോയില്ലേ? വെറുതെ മോഡേൺ എന്നൊരു വാക്കിലാണ് ഇപ്പൊ പഠിക്കുന്ന പിള്ളേരുടെ ജീവിതം. വല്ല ഡിസ്കോയോ ക്ലബോ ബാറോ ഒന്നുമില്ലെങ്കിൽ വെറുതെ കറങ്ങാനെങ്കിലും പുറത്തേക്ക് പോണം. ഇവന്മാർക്ക് ഇതൊന്നും വേണ്ട. വീട്ടിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ച ടിവിയും പിന്നെ പത്രങ്ങളും വിടുന്നില്ലല്ലോ. അന്നൊരു പേപ്പർ പരസ്യം കണ്ടു. 19 വയസ്സുള്ള ഒരു പെണ്ണ് കൊടുത്തിരിക്കുക, സ്വന്തം കാറുള്ളവന്റെ കൂടെ ഒരു ലോങ് ടൂർ പോകാന്ന്.
വണ്ടി ഉണ്ടെങ്കിൽ ആരുടെ കൂടെ വേണമെങ്കിലും പോകാന്ന്. ഹും, കൊണ്ടുപോകുന്നവൻ വെറുതെ വിടുവോ? sex.com ഇതൊരു പുതിയ സാധനം. സൊസൈറ്റിയിൽ കൂടുതൽ പ്രോബ്ലം ഇപ്പൊ ഇതാണ്. ഇതുപോലെ ഡോക്ടർ, എനിക്ക് ടെൻഷൻ ആവുന്നു. പ്ലീസ്, കാര്യം എന്താണെന്ന് പറ. ഫസ്റ്റ് യു റിലാക്സ്. ഓരോരോ സംഭവങ്ങളും നമുക്ക് പാഠങ്ങളാ. ഡോക്ടർ, എനിക്കിപ്പോ തല ചുറ്റുന്നു. അവളെന്താ നശിച്ചു പോയോ? പ്ലീസ് ഡോണ്ട് മേക്ക് എ സൗണ്ട്. ചിലപ്പോ എവനെങ്കിലും ബോയ് ഫ്രണ്ട്സ് കാണും. അവൻ പറഞ്ഞ സിനിമ ഡയലോഗിൽ മയങ്ങി ചീത്തയായി കാണും. ഡോക്ടർ, യെസ്, ഷീ ഈസ് കൺസീവ്ഡ്. നമ്മളിപ്പോ ഉള്ള സ്ഥിതിക്ക് അവളെ തല്ലാനും കൊല്ലാനും പോയ ആകെ കുഴപ്പമാവും. ചിലപ്പോ പ്രേമമൊന്നുണ്ടെങ്കിൽ അവൾ അബോർഷന് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ കാര്യം തീരും വരെ മിണ്ടാണ്ടിരിക്കുക. അവിടെ ഡാഡിയുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. നാളെ രാവിലെ ഒരു 7 o'clock അവളെ കൂട്ടിക്കൊണ്ട് വന്നാൽ നമ്മുടെ കാര്യം 1 hour തീരും. അതിനുശേഷം എന്താ എവിടാന്ന് ചോദിക്കാം. എന്താ പറഞ്ഞത് മനസ്സിലായോ? ആ, വരുമ്പോ അവളെ empty stomachൽ കൊണ്ടുവരണം. മുഖം തുടയ്ക്കണം. ആ, ആദ്യം നിന്റെ ഈ വേഷം ഒന്ന് മാറ്റണം. അവളുടെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്ന ഈ വേഷം മാറ്റണം. അതുകൊണ്ട് ഒന്നും പറയാതെ കൂട്ടിക്കൊണ്ടു പോയി കൊണ്ടു അവളെ. ചെല്ലേ, ധൈര്യമായിട്ട് ചെല്ലേ. മോളെ, നീ പോയി റെസ്റ്റ് എടുക്ക. അലക്സ് വരണ്ട, ഞാൻ സ്ഥലം വരെ പോയിട്ട് വരാം. ഹായ് ഡാർലിംഗ്. ആ, ഇന്നാ. എനിക്ക് വേണ്ട. രേഷ്മ, രേഷ്മ എന്ത് പറ്റി? നീ എന്തിനീ കരയുന്നത്? കരയാ, കാര്യം പറയുന്നേ എന്താണെന്ന്. അയ്യോ, എന്നെ ടെൻഷൻ ആക്കാതെ. ചേട്ടാ, ഞാൻ പറയുന്നത് കേട്ട് ചേട്ടൻ ദേഷ്യപ്പെടരുത്. എന്താണ് പറയൂ. അയ്യോ, നീ എന്നെ